ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷിൻസ്. ആദ്യം ഇവിടെ വന്നപ്പോൾ ചേട്ടൻ കിടക്കുന്നത് കണ്ടത് ആദ്യം കണ്ടായിരുന്നു. കണ്ടല്ലേ? ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം? ഒരു 11:45 കാണുമ്പോൾ അല്ലേ? കാണുമ്പോൾ. എന്താണ് ഇന്നലെ സംഭവിച്ചതെന്നല്ലോ അറിയോ? സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു 9:45 ഇവിടെ ആന വന്നു പറമ്പിൽ. അപ്പോൾ പുള്ളീനെ നമ്മുടെ വീടിൻ്റെ മേലുള്ള പുള്ളിയാണ് വിളിച്ചത്, ഒരു മാഷ്. അപ്പോൾ അവർ ഷെയറായിട്ട് ചെയ്യുന്നതാണ് ഈ വാഴ. അപ്പോൾ ഇതിൽ ആന ഇറങ്ങിയിട്ട് പറഞ്ഞാണ് വന്നത്. അപ്പോൾ പുള്ളി വാഴയിൽ നോക്കി ഇങ്ങനെ കയറി വന്നു. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ വന്ന് നടന്ന് മേലെ നിന്ന് ആനനെ ഓടിക്കുകയെന്താ ചെയ്തു. അവിടെ പടക്കം പൊട്ടിച്ച് അപ്പോൾ അങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിയതായിരിക്കും, ഓടി വന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ബത്തേരി ഉത്സവം പോയതായിരുന്നു. ഞാൻ വരുമ്പോൾ 11:30 കഴിഞ്ഞു. നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു 11:30 കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കിടന്നു. മാഷ് പറഞ്ഞു ഇങ്ങനെ ആനനെ നോക്കാൻ വന്ന രജീവിനെ കാണുന്നില്ലടാ, നീയും കൂടി ഒന്ന് വാ, നമുക്കൊന്ന് പോയി നോക്കാനും പണ്ട്. ഞങ്ങൾ രണ്ടും താഴെ ഇറങ്ങി വന്നു. അപ്പോൾ പിന്നെ അവൻ്റെ ഫോണിലോട്ട് മിസ് കോൾ അടിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ ഫോണിൻ്റെ സൗണ്ട് കേട്ട് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ആളിവിടെ കിടക്കുന്നുണ്ട്. ഫോണുണ്ട്, തൊപ്പി ഒരു സൈഡിൽ, ചെരുപ്പ് രണ്ടും വേറെ സൈഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ആനേൻ്റെ കാൽപ്പാടുണ്ട്. ആനനെ കണ്ടിട്ടില്ല. അപ്പോൾ ആന ഒട്ടിയാൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആള് ഏകദേശം അനക്കൊന്നുമില്ല, മരിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ 3 പേരും കൂടി പിടിച്ച് വണ്ടി ഒരു 50 മീറ്റർ ദൂരമുള്ള റോഡിലോട്ട് അവിടേക്ക് പോയി. അപ്പോൾ തന്നെ അവരുടെ വണ്ടി, അവരുടെ അനിയനാണ് വണ്ടി കൊണ്ടുവന്നത്, അവരുടെ വണ്ടി കയറ്റി അപ്പോൾ തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഫോറസ്റ്റുകാർ അന്നേരത്തേക്ക് അപ്പോഴത്തേക്ക് ഓടി വന്നായിരുന്നു. എൻ്റെ വീട് വരെ എത്തിയായിരുന്നു. പിന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന വണ്ടീൻ്റെ പുറകെ അവർ ഹോസ്പിറ്റലിൽ എത്തി. അവരും വന്നായിരുന്നു. ഡോക്ടർ ചെന്ന് പറഞ്ഞത് ഹൃദയടിപ്പൊക്കെ നിന്നു, ഇനി വേറെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇച്ചിരി ഒരു എന്താ CPR അങ്ങനെ എന്താ കൊടുത്തു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു ഇനി കഴിഞ്ഞു, ആൾ കഴിഞ്ഞു. ഈ പ്രദേശത്ത് ഭയങ്കര ശല്യം അല്ലേ? ഇവിടെ ഭയങ്കര ശല്യം. എല്ലാ ദിവസവും വരുന്നുണ്ടോ? ഇവിടെ മിക്ക ദിവസം വരുന്നുണ്ട്. വരുന്നുണ്ട്.